എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നാരായണീയം ദശകം 7-ലെ 8-ാമത്തെ ശ്ലോകത്തെക്കുറിച്ച് ചിന്തിക്കാം. ഹരേ നാരായണ കാളാംബോധകളായ കോമളരുചീ ചക്രേണ ചക്രം ദിശാമാവൃണ്വാനം ഉദാരമന്ദഹസിതസ്യന്ത പ്രസന്നാനനം രാജത് കമ്പുഗദാരി പങ്കജധര ശ്രീമദ്ഭുജാമണ്ഡലം സ്രഷ്ടുസ്തുഷ്ടികരം വപുസ്തവ വിഭോ മദ്രോഗമുദ്വാസയേത്. ഇനി ഈ ശ്ലോകത്തിലെ ഓരോ വാക്കുകളുടെയും അർത്ഥത്തെക്കുറിച്ച് ചിന്തിക്കാം. കാളാംബോധകളായ കോമള, കാർമേഘം, കായാമ്പൂ എന്നിവയെപ്പോലെ കോമളമായ, രുചിചക്രേണ പ്രകാശവലയം കൊണ്ട്, ദിശാം ചക്രം ആവൃണ്വാനം ദിക്കുകളെയെല്ലാം ആവരണം ചെയ്യുന്നതും, ഉദാരമന്ദഹസിതസ്യന്ത കാരുണ്യപൂർണമായ മന്ദഹാസത്താൽ തെളിഞ്ഞ, പ്രസന്നാനനം പ്രസന്നമായ മുഖത്തോടു കൂടിയതും, രാജത് കമ്പുഗദാരി പങ്കജധര വിളങ്ങുന്ന ശംഖ്, ഗദ, ചക്രം, പങ്കജം എന്നിവ ധരിച്ച, ശ്രീമദ്ഭുജാമണ്ഡലം ഐശ്വര്യസമ്പൂർണങ്ങളായ 4 ഭുജങ്ങളോടു കൂടിയതും, സ്രഷ്ടു തുഷ്ടികരം സ്രഷ്ടാവായ ബ്രഹ്മാവിന് സന്തുഷ്ടിയുണ്ടാക്കിയതുമായ, തവ വപു അങ്ങയുടെ ഈ തിരുവുടൽ, വിഭോ സർവശക്തനായ ഭഗവാനെ, മദ്രോഗമുദ്വാസയേത് എൻ്റെ രോഗങ്ങളെ അകറ്റിക്കളയണമേ. ഇനി ഈ അർത്ഥമെല്ലാം മനസ്സിൽ വച്ചുകൊണ്ട് ആ ശ്ലോകം ഒന്നുകൂടി ചൊല്ലി നോക്കണം. എന്താ പറയണേ? കാർമേഘം, കായാമ്പൂ എന്നിവ പോലെ കോമളമായ പ്രകാശവലയത്താൽ 4 ദിക്കുകളെയും ആവരണം ചെയ്യുന്നതും, കാരുണ്യപൂർണമായ മന്ദഹാസധാരയാൽ പ്രസന്നമായ മുഖത്തോടു കൂടിയതും, വിരാജമാനങ്ങളായ ശംഖ്, ഗദ, ചക്രം, പങ്കജം എന്നിവ ഏന്തുന്ന ഐശ്വര്യസമ്പൂർണങ്ങളായ ഭുജങ്ങളോടുകൂടിയതും, ബ്രഹ്മദേവന് സന്തുഷ്ടി ഉണ്ടാക്കിയതുമായ അങ്ങയുടെ ആ പരിശുദ്ധമൂർത്തി, അല്ലയോ ഭഗവാനെ, നിശ്ചയമായും എൻ്റെ രോഗങ്ങളെ അകറ്റിക്കളയും. 1-ാം ദശകത്തിൽ 6-ാമത്തെ ശ്ലോകത്തിലും 2-ാം ദശകത്തിൽ 1-ഉം 2-ഉം ശ്ലോകത്തിലും ഭഗവാനെ ഒരുപാട് വർണ്ണിച്ചിട്ടുണ്ട്. അതുപോലെയുള്ള ഒരു വർണ്ണനയാണ് ഇപ്പോൾ ഈ 2 ശ്ലോകം കൊണ്ടും നമ്മൾ കണ്ടത്. എല്ലാ വർണ്ണനയും കഴിഞ്ഞ് അവസാനം എന്താ പറയണേ? ഹേ ഭഗവാനെ, അങ്ങയുടെ ആ തിരുവുടൽ എൻ്റെ സർവ്വരോഗങ്ങളെയും അകറ്റിക്കളയും എന്നെനിക്കുറപ്പുണ്ട്. ബ്രഹ്മാവിന് പോലും സന്തോഷം നൽകിയ അങ്ങ് എന്നെ അനുഗ്രഹിക്കും എന്നെനിക്കുറപ്പുണ്ട് എന്ന് തീർച്ചപ്പെടുത്തി പറയാം. അതായത് ഭഗവാനിലുള്ള അടിയുറച്ച ആ ഒരു വിശ്വാസമാണ് ഇവിടെ കാണിക്കുന്നത്. ഓരോ ദശകം കഴിയുമ്പോഴും അല്ലെങ്കിൽ അതിനിടയിലുള്ള ശ്ലോകങ്ങളിലും, ഇതിപ്പോൾ ഇവിടെ 8-ാമത്തെ ശ്ലോകം എത്തിയിട്ടുള്ളൂ 7-ാമത്തെ ദശകത്തിൽ. പൊതുവെ അവസാനത്തെ ശ്ലോകങ്ങളിലാണ് ഇങ്ങനെ നിരുന്ധിരോഗാൻ മദ്രോഗമുദ്വാസയേത് എന്നൊക്കെ പറയാറുള്ളത്. ഇവിടെ 8-ാമത്തെ ശ്ലോകത്തിൽ തന്നെ ഭഗവാനെ, വിഭോ മദ്രോഗമുദ്വാസയേത് എൻ്റെ സകല രോഗങ്ങളെയും അങ്ങ് അകറ്റിക്കളയും എന്നെനിക്കറിയാം എന്നുറപ്പിച്ച് പറയാം. വാദത്തിൻ്റെ നല്ല ആസ്ക്യതയുണ്ട്, വിഷമങ്ങളുണ്ട്, ശരീരത്തിൻ്റെ വേദനകളെല്ലാം ഉണ്ട്. അതെല്ലാം വച്ചുകൊണ്ട് അതിനും മുകളിലാണ് ഭക്തിഭാവം. അസുഖമൊന്നും ഒരു പ്രശ്നമല്ല
എന്ന് എടുത്തു കാണിക്കുകയാണ് ഇവിടെ. ശങ്കരാചാര്യസ്വാമിക്ക് നല്ല പൈൽസിൻ്റെ അസുഖം ഉണ്ടായിരുന്നു. വിവേകാനന്ദ സ്വാമിക്ക് ക്യാൻസറിൻ്റെ പ്രശ്നം ഉണ്ടായിരുന്നു. ഇങ്ങനെ ഓരോ ആചാര്യന്മാരെ എടുത്തു നോക്കുമ്പോഴും അവരെല്ലാം അസഹ്യമായ വേദനകൾ സഹിച്ചുകൊണ്ടും ആ ശരീരത്തിലിരുന്നു കൊണ്ട് ഈശ്വര സാക്ഷാത്കാരം നേടാൻ വേണ്ടി കഠിന പ്രയത്നം ചെയ്തവരാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അങ്ങനെ ചിന്തിക്കുമ്പോൾ നമുക്ക് വരുന്ന അസുഖങ്ങൾ അതൊരു പ്രശ്നമേ അല്ല. ഈ ശരീരം ഉണ്ടായതാണ്, ഉണ്ടായതിനെല്ലാം നാശമുണ്ട്. ആ നാശം സംഭവിക്കണമെങ്കിൽ ഏതെങ്കിലും ഒക്കെ അസുഖങ്ങൾ വരും എന്ന് ആദ്യം തന്നെ മനസ്സിലാക്കി ഭഗവാനെ ഭജിക്കുക. അല്ലാതെ ഞാൻ ഇത്രയൊക്കെ ഭജിച്ചിട്ടും ഭഗവാൻ എനിക്ക് ഇങ്ങനെ അസുഖം തന്നൂലോ, അങ്ങനെയല്ല കരുതേണ്ടത്. നമ്മൾ എന്താണ്? ഒന്നും അല്ല. എല്ലാം ഭഗവത് നിശ്ചയം. ഭഗവാനിൽ സർവ്വതും അങ്ങോട്ട് സമർപ്പിക്കുക. എന്നിട്ട് എന്ത് ചെയ്യണം? ഭഗവത് ഭജനം തുടരണം. ഹരേ കൃഷ്ണ.